അപ്പോൾ ഹലോ ഗൈസ്, സോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ദിസ് ഇസ് സഞ്ജയ് ഫ്രം ദ ട്വിൻസ് ചാനൽ. സോ ഇന്ന് നമ്മുടെ പരിപാടി കേരള സ്റ്റോറി. ഒരിക്കലും തീരാത്ത ഒരു പരമ്പരയായിട്ട് കേരള സ്റ്റോറി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടിട്ട് എന്താണ് കാണിച്ചു വച്ചേക്കുന്നത് എന്നുള്ളത് ഒന്ന് ലൈക്ക് മനസ്സിലാക്കാൻ നമുക്ക് ലൈക്ക്. അയ്യോ, ഹെഡ്സെറ്റ് വെച്ചില്ല. ആര് ഫ്രം കേരള? അയ്യോ, ആര് ഫ്രം കേരള? സുന്ദരി രാമസുന്ദരവും പിന്നെ അതാണല്ലോ എന്താണ് തേക്കപ്പെട്ട സുന്ദരിയും തേക്കപ്പെടാത്ത സുന്ദരിയൊക്കെ ഒന്നും പറയുന്നില്ല. ഓക്കെ, കണ്ടുപോക. ഇനിയിപ്പോൾ നമ്മളെ ആൾക്കാർ വലിച്ചു കയറാൻ നിൽക്കും. എന്തിനാണ് വെറുതെ ഓവർ എക്സ്പ്രഷൻ ആയിട്ട് അവസാനം നമ്മളെ ആൾക്കാർ വലിച്ചു കയറാൻ നിൽക്കും. അതുകൊണ്ട് മര്യാദയ്ക്ക് കണ്ടിട്ട് പോവാം, അതല്ലേ നല്ലത്. ഓക്കെ, മധ്യപ്രദേശുകാരിയല്ലേ? പിന്നെ കേരളമായിട്ട് എന്താ ബന്ധം? ഓക്കെ ഓക്കെ सोशल मीडिया इन्फ्लुएंसर बनना चाहती थी। डांस मेरा इकलौता पैशन है। सलीम के प्यार में मैं इतनी ब्लाइंड हो गई, मैंने अपना सब कुछ खो दिया। शादी की ഒരേ ലൈൻ തന്നെ, बर्बाद हो गई। പഴയ കാര്യങ്ങൾ തന്നെ വീണ്ടും. से मैं आ गई और सपने चूर चूर हो गए। കേട്ടോ, कहता है भारत की 8.5 करोड़ अनमैरिड हिंदू लड़कियां अब उसका टारगेट है। പറഞ്ഞു കേട്ടായിരുന്നു എന്താണെന്ന്? അയ്യോ, പറഞ്ഞതുപോലെ ഒന്നും പറയുന്നില്ല. നമ്മളെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോ എന്താ, കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. കാരണം ഇലക്ഷൻ സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതുപോലുള്ള ഓരോ പടങ്ങളും കാര്യങ്ങളൊക്കെ വരും. നമ്മളിനിയിപ്പോൾ ആരെന്ത് ചെയ്തിരുന്നാലും നമ്മൾ എന്താണ് പോക്കർ തരമാണെങ്കിൽ അത് അങ്ങനെ തന്നെ പറയണമല്ലോ. ഇതിപ്പം ഓരോരോ പടം ഇങ്ങനെ പടച്ചു വിടും, നമുക്ക് എന്ത് പറയാൻ പറ്റും? എന്നുവെച്ചാൽ ഭാരതത്തിലെ ഇത് എന്താണ്, കല്യാണം കഴിക്കാത്ത എത്രയോ ലക്ഷം പെൺപിള്ളേരാണ് അവരുടെ ടാർഗറ്റ് എന്ന്. ഇടയിൽ ഒരു എന്തേലും ആട്ടെ, എന്തേലും കാണിക്കും, അത്രേ പറയാനുള്ളൂ. ഇപ്പൊ ഇതിൽ കൂടുതൽ നമ്മൾ എന്നാ പറയാൻ? फैजान कहता है एक लड़की को भी नहीं छोड़ेंगे, ഉം. को कन्वर्ट करेंगे। ഓ, उसका मिशन ഓക്കെ, കാണാം. ഞാൻ പറഞ്ഞ എന്നെ അവസാനം എല്ലാം കൂടെ എന്നെ കയറി റിപ്പോർട്ട് ചെയ്യും കേട്ടോ. ഞാൻ ഒന്നും പറയുന്നില്ല. എന്ന് വെച്ചാൽ സാരിയിൽ ഇടുക്കിക്ക് കൺവേർട്ട് കയറിയെങ്കിൽ അറിയാമല്ലോ. എന്ന് വെച്ചാൽ എല്ലാവരെയും അങ്ങ് മാറ്റി അങ്ങ് എന്ന് വെച്ചാൽ ഇങ്ങനെ ആൾക്കാർ ഇത് കാണുമ്പോഴത്തേക്ക് ഈ വീട്ടിലിരിക്കുന്ന ചില അമ്മച്ചിമാരൊക്കെ ഉണ്ടല്ലോ, ഇവരൊക്കെ ഇങ്ങനെ ഇങ്ങനെ അയ്യോ അയ്യോ ഇത് ആ റിയാക്ഷനാണ്. ലൈക്ക് പണ്ട് സീരിയലിലുള്ള ആൾക്കാർ അയ്യോ ഇന്നൊക്കെ ഇങ്ങനെയൊക്കെ എക്സ്പ്രഷൻ ഇടില്ലേ, ഇതുപോലെയാണ്. ഇതാണ് വേണ്ടത്. എന്ന് വെച്ചാൽ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് ആൾക്കാർ ഇങ്ങനെ ഇത് കണ്ട് വിശ്വസിക്കുന്നു. 100 പേരോ ലൈക്ക് ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ടോ? പിന്നെ നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. रशीद कहता है जो तेरे റഷീദ് എന്ത് പറഞ്ഞു? हैं, ഓ, वो बारूद में कहा ഉം, अगर वो जीत गए ഉം, भारत की डेमोग्राफी बदल जाएगी ഉം, और भारत एक इस्लामिक देश बन जाएगा। എൻ്റെ മോനെ. क्योंकि अभी नहीं ഉം, तो कभी नहीं। ഉം, എൻ്റെ മോനെ. അപ്പൊ അങ്ങനെയാണ് പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായത്. എന്ത് പറയാൻ ഇതിനൊക്കെ? ഇതിനിപ്പോ ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നവർ ഇങ്ങനെ ഇപ്പൊ എന്തെങ്കിലും പറയുവേ? ഒന്നും പറയുന്നില്ല. കാര്യം എന്താന്ന് വെച്ചാൽ എന്നിട്ടോണം ഞാൻ അകത്ത് കിടക്കാനില്ല. എനിക്ക് അതിനൊന്നും പറ്റുന്നില്ല. നമുക്ക് പറ്റില്ല. നമ്മളൊരു ചാനൽ തുടങ്ങി വെച്ചിട്ട് അവസരം നമുക്കകത്ത് കയറി നമ്മളെ അഭിപ്രായങ്ങൾ പറയും. പക്ഷേ നമ്മളെ സേഫ്റ്റിയും കൂടെ നോക്കിയിട്ടാണല്ലോ നമുക്ക് ചില കാര്യങ്ങൾ പറയാൻ. ഇത് പിന്നെ ഞാൻ റിയാക്ട് ചെയ്യാന്ന് വിചാരിച്ചെന്ന് വെച്ചാൽ ഇങ്ങനത്തെ സിനിമയൊക്കെ നമുക്ക് ഇറങ്ങുന്നുണ്ട്, ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ ഇതിനകത്ത് കാണിച്ചേക്കുന്നത് തന്നെ ഇത് സത്യം പറയല്ല, ഇത് ആൾക്കാരെ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിലാണ് ഓരോ കാര്യങ്ങൾ. എന്ന് വെച്ചാൽ നമ്മൾ ദർ ആർ ഗുഡ് പീപ്പിൾ ആൻഡ് ബാഡ് പീപ്പിൾ ഇൻ ദിസ് വേൾഡ്. ഓക്കെ, ഞാൻ ആരെയും പക്ഷം പിടിച്ച് പറയുന്നതല്ല, ഞാൻ ന്യൂട്രലായിട്ട് എന്നാണ് സംസാരിക്കുന്നത്. ഞാൻ ഒരു ഇതിലും പെടാതെ നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ വാട്ട് ഐ എം ടെലിങ് യു ഇസ് ദർ ആർ ഗുഡ് പീപ്പിൾ ആൻഡ് ബാഡ് പീപ്പിൾ ഇൻ ദിസ് വേൾഡ്. നമ്മളൊരു പ്രത്യേകം ഇനി ഏത് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണെങ്കിലും അവരെ കോർണർ ചെയ്യുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും
ആർക്കാണെങ്കിലും അതിനൊരു ഒരു ശ്വാസം മുട്ടൽ പോലെ തോന്നും. ഇപ്പം നമ്മുടെ നാട്ടിൽ സെക്യുലർ ആയിട്ടുള്ള ഒരു നാടാണ്. അവിടെ പല രീതിയിൽ ഇപ്പം പല സ്ഥലങ്ങളിൽ ഓരോ ആക്ടിവിറ്റീസ് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കാം എന്ന് പറഞ്ഞ് എല്ലാവരും അങ്ങനെയൊന്നുമല്ല. മനസ്സിലായോ? അപ്പം ഇത് ഒരു എന്താണ് ഒരു സിനിമയായിട്ട് നമുക്കിത് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. സീരിയസ്ലി ദിസ് ഈസ് നോട്ട് വി കാൻ കൺസിഡർ ദിസ് ആസ് എ മൂവി. ഒരു മൂവി എന്നുള്ളതിനുപരി ഇപ്പോൾ ഈ നമ്മുടെ ഹിറ്റ്ലറിൻ്റെയൊക്കെ സമയത്ത് ഹിറ്റ്ലറിൻ്റെയൊക്കെ കാലഘട്ടത്തിൽ ഈ പ്രൊപ്പഗാൻഡ മിനിസ്റ്ററായിട്ട് ഒരാളെ വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് വെച്ചാൽ ജോസഫ് ഗീബൽസ്. ഓക്കെ, ജോസഫ് ഗീബൽസ് എന്നതിൻ്റെ പേരതാണെന്നാണ് എൻ്റെ ഓർമ്മ. സോ ജോസഫ് ഗീബൽസ് പുള്ളിയുടെ ഒരു തത്വമുണ്ട്, അതാണ് ഗീബൽസൺ തിയറം എന്ന് പറയും. ഗീബൽസൺ തത്വം ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കാം. സോ നമ്മുടെ ഇവിടുത്തെ രാഷ്ട്രീയക്കാരൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ട്. സോ വാട്ട് ദാറ്റ് മീൻസ് ഇസ് നമ്മളൊരു കള്ളം 1000 തവണ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് സത്യമാക്കാൻ പറ്റും. മനസ്സിലായോ? ദാറ്റ് ഇസ് കോൾഡ് പ്രൊപ്പഗാൻഡ. അപ്പം അങ്ങനെ കുറെ ഇപ്പോൾ കള്ളമാണോ ശരിയാണോ എന്നൊന്നും ഞാൻ പറയുന്നില്ല. മേ ബി ദർ ആർ ലൈക്ക് അവിടെ ഇവിടെ തട്ടിയും തെറിച്ചും എന്തെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ടാകും. പക്ഷെ ദാറ്റ് ഡസൻ മീൻ ദാറ്റ് ഇതിങ്ങനെ പരമ്പരയായിട്ട് ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ എന്താണ് ഈ ഓരോ മുക്കിലും മൂലയിലും മുക്കാൻ കോർണറിൽ ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യമൊക്കെ അത് ആൾക്കാരുടെ ഇടയിൽ ഒരു എന്താണ് ഈ ഇലക്ഷൻ സമയമാകുമ്പോഴത്തേക്കും ഒരു എല്ലാ പാർട്ടിക്കാരും ചെയ്യാറുണ്ട്, അത് വേറെ കാര്യം. പിന്നെ എല്ലാവർക്കും ഈ അറിയാമല്ലോ മറ്റേ ഞാനൊന്നും പറയുന്നില്ല, വേണ്ട, നമുക്ക് രാഷ്ട്രീയം പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് നമ്മൾ വെറുതെ എന്തിനാണ് ആവശ്യമില്ലാതെ ഒരു ഇതിൽ ചെന്ന് വീഴുന്നത്. സോ കാണുന്നവർക്ക് ഇതെന്താണെന്നുള്ള എന്ന് വെച്ചാൽ അരിയാഹാരം കഴിക്കുന്നവർക്ക് എന്തായിരുന്നാലും മനസ്സിലായി ഇതെന്താണ് പരിപാടി എന്നുള്ളത്. സോ ഒരു മൂവി എന്നുള്ള രീതിയിൽ, ഒരു മൂവി റിവ്യൂ എന്നുള്ള രീതിയിൽ നമുക്ക് കയറി ഇരുന്നിട്ട് ഇതിനെ റിവ്യൂ ചെയ്യാൻ പറ്റില്ല. നമുക്കൊരു രാഷ്ട്രീയമായിട്ടുള്ള രീതിയിൽ മാത്രമേ നമുക്കിതിനെ റിവ്യൂ ചെയ്യാനും നമുക്കിത് ചെയ്യാനൊക്കെ പറയൂ. പക്ഷെ ഞാനൊരു മൂവി ബേസിലാണ് പറയുന്നത്. സ്റ്റോറിയും കാര്യങ്ങളെല്ലാം സിമിലർ ആസ് വാട്ട് ദേ ഹാവ് ഡൺ ബിഫോർ. നേരത്തെ കാണിച്ചു വെച്ചാൽ അതേ ഇത് തന്നെ കുറച്ച് എരിവും പുളിയൊക്കെ ചേർത്ത് കുറച്ചുകൂടെ ഇതിൽ വിളമ്പുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൽ കുറച്ചുകൂടെ ഓപ്പൺ ആയിട്ട് ഇങ്ങനെ എന്ന് വെച്ചാൽ 7.8 കോടി ജനങ്ങളെ മറ്റേത് ചെയ്യും മറിച്ച് ഇത് ചെയ്യും കൺവേർട്ട് ചെയ്യും. ഇതിലൊക്കെ എന്ന് വെച്ചാൽ ഇതൊക്കെ കേട്ട് അമ്മോ തന്നെ ഇങ്ങനെ നോക്കുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ നമുക്കൊക്കെ കാര്യം അറിയാവുന്നതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല. പക്ഷേ ലൈക്ക് മേ ബി ഇറ്റ്സ് വർക്കിംഗ് ഫോർ സം പീപ്പിൾ. ഇത് ചില ആൾക്കാർക്കൊക്കെ ഇതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ കണ്ണും വീഴ്ചിരിക്കുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെയുള്ളവർ ഇതിലൊക്കെ പോയി വീഴും. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമല്ലോ. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഓക്കെ ഗൈസ്, അപ്പം ദാറ്റ്സ് ഇറ്റ്. വിവാദങ്ങളിലൊന്നും പോയി ചാടാതെ ഞാൻ രക്ഷപ്പെട്ടെ എന്ന് ഞാൻ തന്നെ സ്വയം പ്രാർത്ഥിക്കുന്നു. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളുടെയൊക്കെ എല്ലാവരുടെയും ഒരു പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബട്ടൺ ലിങ്ക് ക്ലിക്ക് ചെയ്യാൻ എന്താണ് പ്രശ്നം? സബ്സ്ക്രൈബ്. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി പരിപാടികളെല്ലാം ഓണാക്കാം. പിന്നെ ഇതിനിപ്പം നമ്മൾ കൂടുതലൊന്നും പറയില്ല. അവിടെ തന്നെ ഇനിയും പറയാൻ വേണ്ടി ഞാനിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ ചരിത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടെ വെച്ച് നിർത്തുന്നതാണ് എൻ്റെ ആരോഗ്യത്തിനും ഈ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും ഒരു മനസ്സുഖത്തിനും നല്ലത്. സോ ഓൾറൈറ്റ് ഗൈസ്, ഐ വിൽ സീ യു ഗൈസ് നെക്സ്റ്റ് ടൈം. ബൈ.